സോ ആ ഒരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാനിവിടെ പറയുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഈ ഒരു റെക്ടാങ്കിൾ ബോക്സ് യൂസ് ചെയ്യുക. ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു പോയിന്റിൽ ചെറുതായിട്ട് കൺസോൾട്ടേറ്റ് ആയിരുന്നു. നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ട്രേഡ് ഏത് ഡയറക്ഷനിലേക്കാണ് നമ്മൾ പോകണം നമ്മൾ വിചാരിക്കുന്നത്, ആ ഒരു ഡയറക്ഷനിൽ വേറെ ഒരു ലെവൽസും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് ഒരു ഗ്യാപ്പ് അപ്പ് സ്ട്രാറ്റജിയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഞാനിവിടെ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗ്യാപ്പ് അപ്പ് എന്നുള്ളത് പറയുന്നുണ്ട്. മേ ബി ബിഗിനേഴ്സ് ആയിരിക്കും കാണുന്നുണ്ടാവുക. സോ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്താണ് ഗ്യാപ്പ് അപ്പ് എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് എങ്ങനെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് വീക്ക് ആണോ ഇല്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രാഡേ ഗ്യാപ്പ് അപ്പ് സ്ട്രാറ്റജിയാണ്. ആ ഒരു സ്ട്രാറ്റജിയിൽ ഞാൻ എവിടെ എൻട്രി എടുക്കാം, എവിടെ എക്സിറ്റ് ചെയ്യാം, എൻട്രിയും എക്സിറ്റും ചെയ്യണം മുമ്പിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള എല്ലാ കാര്യം പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പ് സ്ട്രാറ്റജി പറയുന്നുണ്ട്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും കാണുക. അത് മാത്രമല്ല, ഞാൻ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഗ്യാപ്പ് അപ്പ് സ്ട്രാറ്റജിന്റെ എല്ലാ റൂൾസും കാര്യങ്ങളൊക്കെ ഒരു ഡോക്യുമെന്റ് ആയിട്ട് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു ഡോക്യുമെന്റ് എന്തായാലും പോയി നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഞാൻ എന്തായാലും അതിന് റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ഗ്യാപ്പ് സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റോ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടായെന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ടാറ്റ മോട്ടോഴ്സിന്റെ ചാർട്ട് ട്രേഡിംഗ് വ്യൂലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓൾറെഡി ഇവിടെ ഞാൻ CPR ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആയ ഗ്യാപ്പ് അപ്പ് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് എന്താണെന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. സോ ഗ്യാപ്പ് അപ്പ് എന്ന് പറയുന്നത് ഒന്നുമില്ല. ഗ്യാപ്പ് അപ്പ് എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ക്ലോസിന്റെ മേലെ, പ്രീവിയസ് ഡേ ക്ലോസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. സോ ഇതാണ് പ്രീവിയസ് ഡേ ക്ലോസ്, 27 മേലെ ക്ലോസ് ഇതാണ്. ഈ ഒരു ക്ലോസ് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെയാണ് ഓപ്പൺ ആവുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. പക്ഷെ ഇവിടെ ഓപ്പൺ ആവാണ്ട് കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ട് മേലെയാണ് ഓപ്പൺ ആവുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്. ഓക്കെ, ഇതാണ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്. സോ ഗ്യാപ്പ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഓപ്പൺ ആവും. ഈ ഒരു ക്ലോസ് ഇവിടെയാണ്, ഇവിടെ ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ അതാണ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞുതരാം. ഗ്യാപ്പ് അപ്പ് വീക്ക് ആണോ സ്ട്രോങ് ആണോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. ഓക്കെ, ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് നല്ല രീതിക്ക് മേലോട്ട് പോയി പ്രീവിയസ് ഡേ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് മേലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ പ്രീവിയസ് ഡേ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് മേലോട്ട് പോയിട്ട് ഈ ഒരു ഹൈന്റെ മേലെ തന്നെ നിൽക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതൊരു സ്ട്രോങ് ഗ്യാപ്പ് അപ്പ് ആണെന്നുള്ള നമുക്ക് പറയാം. പക്ഷെ ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ ഇത് മേലോട്ട് പോയിട്ട് അതേപോലെ തന്നെ താഴോട്ട് വന്ന് ക്ലോസ് ആയി, ഇവിടെ തന്നെ ക്ലോസ് ചെയ്തു. സോ ക്ലോസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതൊരു പിൻബാർ ആണ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. പിൻബാർ എന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് റിജക്ഷൻ കിട്ടിയ ഒരു ബിയറിഷ് പിൻബാർ. സോ ഈ ഒരു ബിയറിഷ് പിൻബാർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഫസ്റ്റ് 5 മിനിറ്റിൽ തന്നെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു ഡേയിൽ വീക്ക് ആണ് എന്നുള്ള ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഈ ഒരു ഒറ്റ ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെ മൊത്തത്തിൽ അങ്ങ് പറയാൻ പറ്റില്ല. ചില ദിവസം ഈ ഒരു ഒറ്റ ക്യാൻഡിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഗ്രീൻ ക്യാൻഡിൽസ് ആയിരിക്കും, മേലോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. സോ അതുകൊണ്ട് നമ്മളിവിടെ ഇതങ്ങ് മൊത്തത്തിൽ അങ്ങ് പറയാൻ പറ്റില്ല. എന്നാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സോ ഇത് ചെറുതായിട്ടൊന്ന് ബെയറിഷ്നെസ് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടി. ബെയറിഷ്നെസ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ഈ സ്റ്റോക്ക് ഇവിടെ വീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടി. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഒരു യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു R1ഉം PDH ആണ്, പ്രീവിയസ് ഡേ ഹൈയും. ഈ ഒരു രണ്ട് കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വീക്ക് ആണെന്നുള്ള നിങ്ങൾക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു R1ലാണ് ഈ ഒരു സ്റ്റോക്ക് ഓപ്പൺ ആയത്. R1ൽ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു PDHന്റെ മേലെ പോയാൽ സ്ട്രോങ് ആയിരിക്കും. പക്ഷെ PDHന്റെ മേലെ പോകാൻ പറ്റിയിട്ടില്ല. PDHന്റെ മേലെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ കട്ട് ചെയ്ത് മേലോട്ട് പോകാൻ നോക്കിയിട്ടുണ്ട്, പറ്റിയിട്ടില്ല. ഈ ഒരു ക്യാൻഡിൽ കട്ട് ചെയ്ത് മേലോട്ട് പോകാൻ നോക്കിയിട്ടുണ്ട്, പറ്റിയിട്ടില്ല. സോ ഇവിടെ 2-3 പ്രാവശ്യം ഇവിടെ ഇത് ഒന്ന് മേലോട്ട് പോകാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ പറ്റിയിട്ടില്ല. സോ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 1-2 കൺഫർമേഷൻ ഇവിടെ ഓൾറെഡി കിട്ടി. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു ഗ്യാപ്പ് അപ്പ് വീക്ക് ആണെന്ന് നിങ്ങൾക്ക് ഈ ഒരു 1-2 കൺഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായി. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്യൂർ എൻട്രിക്ക് വേണ്ടി, ഒരു നല്ലൊരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ ആ ഒരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാനിവിടെ പറയുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഈ ഒരു റെക്ടാങ്കിൾ ബോക്സ് യൂസ് ചെയ്യുക. ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു പോയിന്റിൽ ചെറുതായിട്ട് കൺസോൾട്ടേറ്റ് ആയിരുന്നു. സോ ഇവിടെ ഒരു റെക്ടാങ്കിൾ ബോക്സ് ഇങ്ങനെ വരയ്ക്കുക. വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇതിന്റെ ഉള്ളിലാണ് ഇത് ട്രേഡ് ആവുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലാണ് ഇത് നല്ല രീതിക്ക് ഈ ഒരു ബോക്സിന്റെ ഉള്ളിലാണ് ഇത് ട്രേഡ് ആവുന്നത്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു ബോക്സിന്റെ താഴോട്ട് കട്ട് ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങളോട് എൻട്രി എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിന്റെ താഴെ ഇത് കട്ട് ചെയ്തു. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാം. എൻട്രി എടുത്തിട്ട് ടോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു PDHന്റെ മേലെ വെക്കാം. ഈ ഒരു ബോക്സിന്റെ മേലെ വെക്കരുത്. കാരണം എന്താ വെച്ചാൽ ബോക്സിന്റെ മേലെ ഇപ്പോൾ 1-2 പ്രാവശ്യം ഇവിടെ വിക്ക് വന്നിട്ടുണ്ട്. സോ വിക്ക് വന്നെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയെന്നാണ് അതിന്റെ മീനിങ്. സോ അതുകൊണ്ട് അവിടെ വെക്കാൻ പാടില്ല. ഈ ഒരു ഇതിന്റെ മേലെ വെക്കാം. ഓക്കെ, ഇതിന്റെ മേലെ വെച്ചിട്ട് ഒന്ന് നമുക്ക് ഒരു ട്രേഡ് എടുക്കാം. ട്രേഡ് എടുക്കണ മുമ്പ് നിങ്ങൾ നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ
നമ്മൾ ട്രേഡ് ഏത് ഡയറക്ഷനിലേക്കാണ് നമ്മൾ പോകണം നമ്മൾ വിചാരിക്കുന്നത് ആ ഒരു ഡയറക്ഷനിൽ വേറെ ഒരു ലെവൽസും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലോസ് കിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് റിവേഴ്സിലായി പോകും. ഇവിടെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ ലെവൽസ് ഒന്നുമില്ല. സോ എനിക്ക് ഈസി ആയിട്ട് ഈ ഒരു CPR കൊണ്ടുവന്നിട്ട് ടാർഗറ്റ് ആയിട്ട് വെക്കാം. അത് ഈസി ആയിട്ട് ഇവിടെ ഹിറ്റ് ചെയ്തു. പക്ഷെ ഇവിടെ വേറെ എന്തെങ്കിലും ലെവൽസ് ഈ ഒരു പോയിന്റിലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലൊക്കെ ഇവിടെ ഒരു ലെവൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ലെവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ എക്സിറ്റ് ചെയ്യണം. അതായിരിക്കും നല്ലത്. പക്ഷെ അങ്ങനെ ഒരു ലെവൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡ് നിങ്ങൾ എടുക്കാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രേഡിൽ നിങ്ങൾക്ക് റിസ്ക് റേഷ്യോ എന്ന് പറയുന്നത് 0.56 മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ലെവലൊന്നും ഇല്ലാണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോഴോ നിങ്ങൾക്ക് അവിടെ റിസ്ക് റേഷ്യോ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ് എക്സിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1.25 കിട്ടുന്നുണ്ട്. ഓക്കെ, മോർ ദൻ 1 ആണുള്ളത്. 1:1 മേലെ പോകുന്നുണ്ട്. സോ അതൊരു നല്ല ട്രേഡാണ്. സോ ഇതാണ് ഗ്യാപ്പ് അപ്പ് ട്രേഡ്. ഗ്യാപ്പ് അപ്പ് ട്രേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഒരു ഫസ്റ്റ് കുറച്ചൊരു 10 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഗ്യാപ്പ് അപ്പ് ആയെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിനു ശേഷം റെസിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും റിജക്ഷൻ കിട്ടുന്നുണ്ടോ നോക്കുക. പിന്നെ ക്യാൻഡിൽസിക്ക് എങ്ങനെ ഫോം ആവുന്നതെന്ന് നോക്കുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു കൺഫർമേഷൻ കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എൻട്രി എടുക്കുക. ആ ഒരു എൻട്രി എടുക്കണ മുമ്പിട്ട് നിങ്ങളുടെ ടാർഗറ്റ് ഈസി ആയിട്ട് ഹിറ്റ് ആവും എന്നുള്ളത് നിങ്ങളവിടെ നോക്കുക. ഹിറ്റ് ആവുമെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എവിടെയാണ് ഹിറ്റ് ആവുന്നത് ആ ഒരു പോയിന്റ് നിങ്ങൾ ഈ ഒരു പോയിന്റിൽ ഇവിടെ ഒരു ലെവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിങ്ങൾ ടാർഗറ്റ് വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ട്രേഡ് ചെയ്യേണ്ട കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കമന്റ് ബോക്സിൽ ഇതിൻ്റെ ഒരു ഫയൽ ഞാൻ അവിടെ പിൻ ചെയ്തിടാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് നന്നായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റർ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ഒരു കണ്ടീഷൻ പോയിന്റ് കൊടുക്കുന്നുണ്ട്. അവിടെ ഞാൻ പിൻ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ലൈഫിൽ ആവുന്നുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്തെടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.